ഏറ്റവും ഓർമ്മ വരുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട്, വിഷുവിൻ്റെ അന്ന് കണി കാണുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ എങ്ങനെ കണി കാണുന്നു അതുപോലെ ഇരിക്കും വർഷത്തിൻ്റെ പോക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കണ്ണ് തുറക്കാൻ. അമ്മ പറയും കണ്ണടച്ച് കിടന്നോണം, അമ്മയോ അച്ഛനോ ആരെങ്കിലും വന്ന് ഞങ്ങൾ കണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, കണ്ണ് തുറക്കരുത്. അവിടെ ഞങ്ങളുടെ രണ്ടാമത്തെ നില, അതിൻ്റെ അടുക്ക തന്നെയാണ് കണി വയ്ക്കുന്നത്, അച്ഛൻ്റെ റേഡിയോ റൂമിൽ. അപ്പോൾ അവിടെ കണി വെച്ചിരിക്കും. അപ്പോൾ കണ്ണ് പൊത്തി വെച്ചിരിക്കുക, കണ്ണ് പൊത്തി ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചാൽ അതിനും കണ്ണ് തുറന്നോളാൻ. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഈ കണി തന്നെയാണ് കാണുന്നത്. വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന്റെ ഇന്നും ആ വിഗ്രഹം തന്നെയാണ്, ദന്തവിഗ്രഹവും ഒരു കൊച്ചു സ്വർണ്ണമാല, പിന്നെ ഇതുപോലെ കണിക്കുള്ള സകല വിഭവങ്ങളോടുകൂടിയുള്ള അതാണ് ആദ്യം കാണുന്നത്. അപ്പോൾ തൊഴുത് നമസ്കരിച്ചിട്ട് പിന്നെ പോകും. പിന്നെ കുളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള സംഭവം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ കാണിക്കയിട്ട് വല്യമ്പ്രാൻ പ്രത്യേകിച്ച് വിഷുക്കണി അവിടെ സമർപ്പിക്കും. പെരിയ നമ്പി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ നമ്പിമാർ 4 നമ്പിമാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. സ്വാമിക്ക് 2 നമ്പി, പെരിയ നമ്പിയും പഞ്ചഗവ്യ നമ്പിയും, നരസിംഹസ്വാമി തെക്കേടത്ത് നമ്പി, തിരുവമ്പാടി നമ്പി. അപ്പോൾ പെരിയ നമ്പി വല്യമ്പ്രാന് അങ്ങോട്ട് വിഷുക്കൈ നീട്ടം കൊടുക്കും.